നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്തൊക്കെ നമ്മൾ ഓരോ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാറുണ്ട്. അതായത് ഇതുപോലെ മെസ്സേജ് ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് ഡിലീറ്റ് ഫോർ എവരിവൺ എന്ന് കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ മെസ്സേജ് അവർ വായിച്ചെടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവർ വായിച്ചെങ്കിലും നമുക്ക് അത് പിന്നീട് അവർക്ക് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി ഈ ഡിലീറ്റ് ഫോർ എവരിവൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ 24 മണിക്കൂർ സമയത്തിനുള്ളിൽ നിങ്ങൾ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതായത് നിങ്ങൾ അബദ്ധവശാൽ ഒരു മെസ്സേജ് അയച്ചു കൊടുത്തു, ആ മെസ്സേജ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പിൻവലിച്ചാൽ നിങ്ങൾക്ക് ആ മെസ്സേജ് ഡിലീറ്റ് ഫോർ എവരിവൺ എന്ന് ഇതുപോലെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. എന്നാൽ 24 മണിക്കൂർ കഴിഞ്ഞ മെസ്സേജ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെ ഡിലീറ്റ് ഫോർ മീ എന്നാണ് കാണാൻ സാധിക്കുക. ഒരിക്കലും നമുക്ക് അവരുടെ വാട്സപ്പിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഡിലീറ്റ് ഫോർ മീ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സപ്പിൽ നിന്നാണ് ഡിലീറ്റ് ആയി പോവുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ പരിശോധിക്കുന്നത് 24 മണിക്കൂർ കഴിഞ്ഞൊരു മെസ്സേജ് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ മെസ്സേജിൻ്റെ ഡേറ്റും സമയവും നിങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ 2 ദിവസം മുന്നേ ഉള്ള മെസ്സേജാണ് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു മെസ്സേജ് കാണാം, ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പം ഡിലീറ്റ് ഫോർ മീ എന്നാണ് കാണുന്നത്. ഈ മെസ്സേജ് അയച്ചത് രാവിലെ 9:10 ഈ മെസ്സേജ് അയച്ച ദിവസം വെള്ളിയാഴ്ച, ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഫ്രൈഡേ എന്ന്, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഏതാണെന്ന് നോക്കുക, ആ സമയം നോക്കിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ റീസെൻറ്റ് ടാബ് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ റീസെൻറ്റ് ടാബുകൾ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ റീസെൻറ്റ് ടാബ് ഇതുപോലെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻസും ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റി കൊടുക്കുക. ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റിയ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി തിരഞ്ഞുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ഡേറ്റ് ആൻഡ് ടൈം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കാണിക്കും ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ളത്. ഈ ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ ഏറ്റവും മുകളിൽ സെറ്റ് ടൈം ഓട്ടോമാറ്റിക്കലി എന്നുള്ള ഭാഗം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ കണ്ട വെള്ളിയാഴ്ചയാണ് നമ്മൾ ആ മെസ്സേജ് കണ്ടതെങ്കിൽ ആ വെള്ളിയാഴ്ച ദിവസം ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം താഴെ ഭാഗത്ത് ടൈം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തു. രാവിലെ 9:10 ആ 9:10 ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഓഫ് ചെയ്ത ആ ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടൈമൊക്കെ മാറി കാണാൻ സാധിക്കും. മുകളിൽ 9:10 കാണുന്നുണ്ട്, ഡേറ്റൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് ആ മെസ്സേജ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത് കാണാൻ സാധിക്കും ഡിലീറ്റ് ഫോർ എവരിവൺ എന്ന് കാണാനുണ്ട്. ആ മെസ്സേജ് ഇവിടെ വെച്ച് ഡിലീറ്റ് ഫോർ എവരിവൺ വെച്ച് ക്ലിക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ ഇവിടെ ഡിലീറ്റ് ഫോർ എവരിവൺ ക്ലിക്ക് ചെയ്തപ്പോൾ ഡിലീറ്റ് ഫോർ മീ എന്ന് മാത്രമേ കാണാനുള്ളൂ, ഡിലീറ്റ് ഫോർ എവരിവൺ ഇല്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ഡിലീറ്റ് ഫോർ എവരിവൺ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ടൈമൊക്കെ മാറ്റി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട മെസ്സേജിൻ്റെ സമയം കഴിഞ്ഞാൽ ആ മെസ്സേജ് വന്ന സമയവും ഡേറ്റും സെറ്റാക്കി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ടൈമൊക്കെ നിങ്ങൾ പഴയതുപോലെ മാറ്റി കൊണ്ടുവരിക. ഫ്ലൈറ്റ് മോഡിൽ നിന്ന് നോർമൽ മോഡിലേക്ക് മാറ്റുക. പഴയതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.